ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദൈവവചനത്തിനായി തന്നിരിക്കുന്ന വിഷയം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നതായ മനുഷ്യജീവിതത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി അവതരിക്കുകയും സ്വയം യാഗമായി അർപ്പിക്കുകയും ചെയ്തവനാണ് നമ്മുടെ യേശു ക്രിസ്തു. പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ യൂറോപ്പിൽ സ്ഥാപിച്ച 1-ാമത്തെ സഭയാണ് ഫിലിപ്പിയ സഭ. വിശുദ്ധ പൗലോസ് ഈ വേദഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് വിശ്വാസ ജീവിതം സന്തോഷപ്രദമാക്കുക. ഫിലിപ്പിയർ 2:1 മുതൽ 4 വരെയുള്ള വേദഭാഗത്ത് വിശ്വാസികൾക്ക് ഐക്യതയും സൗമ്യതയും ഉണ്ടായിരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ് നിർദ്ദേശിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുവാനും അതിലൂടെ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ഐക്യപ്പെട്ട് കരുണയും മനസ്സലിവുമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കുവാനും പൗലോസ് നിർദ്ദേശിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂലക്കല്ല് വിശ്വാസമാകുന്നു. ആ വിശ്വാസ ജീവിതമാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലുള്ള ഐക്യതയിൽ വളർത്തുന്നത്. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഐക്യപ്പെട്ടെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം സന്തോഷമാകുകയുള്ളൂ. ക്രിസ്തുവിൽ വിളങ്ങിയതായ സദ്ഗുണങ്ങൾ വിശ്വാസ സമൂഹമായ നമ്മുടെ മുൻപിൽ ഒരു മാർഗദർശനമായി തീരുമ്പോൾ അവിടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വിശ്വസിക്കുവാനും വിശ്വസിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ ഭാവം സഭാ സാമൂഹ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മനുഷ്യനും ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം ബലപ്പെടുത്തുന്നതിന് യേശു ക്രിസ്തു മർത്യരൂപമെടുത്ത് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ പാപത്തിൽ വീണുപോയ ലോകത്തെ വീണ്ടെടുക്കുവാൻ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരണത്തിൻ്റെ മാതൃകയായ യേശു ക്രിസ്തുവിനെ ക്രൂശിലെ മരണവും പിതാവായ ദൈവത്തിലുള്ള അനുസരണവും വിധേയത്വവുമാണ് ഉന്നത പദവിയിൽ എത്തിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നു, ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകണം. യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ സ്നേഹത്തിലും ത്യാഗത്തിലും നന്മയിലും നാം ജീവിക്കണം. ക്രിസ്തു വിശ്വാസികളായ നാം സഭയ്ക്കുള്ളിലും സമൂഹത്തിലും നിരപ്പിൻ്റെ പാതയിൽ ശുശ്രൂഷ നിർവഹിച്ച് അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാനും കഴിയണം. സമർപ്പണ മനോഭാവത്തോടെ ജീവിക്കുവാൻ ഈ നോയമ്പിൻ്റെ ദിനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ.